ഹലോ ഫ്രണ്ട്സ്, അജൂസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കോഴി വളർത്തുന്നവർക്കും അതുപോലെ കോഴി വളർത്തൽ മേഖലയിലേക്ക് പുതുതായി കടന്നു വരാൻ ഉദ്ദേശിക്കുന്നവർക്കും അതുപോലെ ഇതൊരു ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വീഡിയോ ഒന്ന് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. ഇത് കോഴി വളർത്തുന്നവർക്കും വളർത്താൻ ഉദ്ദേശിക്കുന്നവർക്കും അതുപോലെ ഇതിൽ കൂടി വരുമാനം ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഈ ചാനൽ 100% ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഈ വീഡിയോയിലൊക്കെ 100% ഈ മേഖലയിൽ എനിക്കുള്ള അനുഭവങ്ങളും പാഠങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കോഴി വളർത്തൽ എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കുള്ള ഏർപ്പാടൊന്നുമല്ല. ഇതിനായിട്ട് നല്ലൊരു മനസ്സും കുറച്ച് സ്ഥലവും പെറ്റ്സുകളോടൊക്കെ ഇഷ്ടമുള്ളവരും ആണെങ്കിൽ ആർക്കും തന്നെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് നഷ്ടമായി തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നാടൻ കോഴിയെ നാടൻ രീതിയിൽ വളർത്താത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ തനിനാടൻ കോഴികൾ അഥവാ നന്നായിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന കോഴികളാണുള്ളത്. അത് മിക്കവാറും എൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വീഡിയോയിലും ഷോർട്സിലൊക്കെ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതും അടവെക്കുന്നതും വിൽപ്പന, സെയിൽ അങ്ങനത്തെ ബന്ധപ്പെട്ടെല്ലാം ഞാൻ വീഡിയോയിലിടലുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും. എനിക്ക് ഈ കോഴികളെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളർത്താനും അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് നാടൻ കോഴി എന്ന് പറയുമ്പോൾ ഇവർക്ക് നാടൻ രീതിയിൽ തന്നെയാണ് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത്. അതായത് പച്ചക്കറി വേസ്റ്റ്, ധാന്യമണികൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഗോതമ്പ്, അതുപോലെ പുല്ല്, കിച്ചൺ വേസ്റ്റ്, ഹോട്ടൽ വേസ്റ്റ് ഒക്കെയാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്. പിന്നെ ഹാൻഡ് ഫീഡ് പരിപൂർണമായിട്ടും ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഒരു 90% വരെ ഞാൻ ഹാൻഡ് ഫീഡ് അവോയ്ഡ് ചെയ്യാനാണ്. പിന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞൊരു 15-20 ദിവസം സ്റ്റാർട്ടർ വാങ്ങിക്കൊടുക്കല്ലാതെ രക്ഷയില്ലല്ലോ. അപ്പോൾ അതവരുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്കും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ആ ഒരു 20 ദിവസം കഴിഞ്ഞാൽ പിന്നെ പതുക്കെ മറ്റ് തീറ്റകളിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരലാണ് പതിവ്. അങ്ങനെയാണ് ഇതെനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ലാഭത്തിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. പിന്നെ ഇവർക്ക് കാൽസ്യമാണ് ഇവർക്ക് മെയിനായിട്ട് വേണ്ടത്. ഈ മുട്ടയിടാനായ കോഴികൾക്കും മുട്ടയിടുന്ന കോഴികൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ തന്നെ കാൽസ്യത്തിൻ്റെ പ്രശ്നമാണ് ഇവർക്ക് മെയിനായിട്ടും വരുന്നത്. അതിൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ പുല്ലുവർഗ്ഗങ്ങളിലൂടെ തന്നെ ഇവർക്ക് കിട്ടും. എന്നാലും കാൽസ്യത്തിന് എക്സ്ട്രാ ആയിട്ട് ഇവർക്ക് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നീറ്റിക്കക്ക നീറ്റിയ തെളിവെള്ളമല്ലേ, അത് ഇവർക്ക് കുടിവെള്ളമായിട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വളരെ ചിലവും കുറവാണ്, അത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. പിന്നെ കോഴിമുട്ടൻ്റെ തൊണ്ട് പൊടിച്ചിട്ട് സൂക്ഷിച്ച് വെക്കും. അത് ഇവരെ ഫുഡിൽ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഈ കാൽസ്യത്തിന് വേണ്ടിയിട്ട് ഇത് രണ്ടുമാണ് ഞാൻ ചെയ്യുന്നത്. അഴിച്ചിട്ട് വളർത്തുന്ന കോഴികളാകുമ്പോൾ മണ്ണൊക്കെ ചിക്കിച്ചികഞ്ഞ് തിന്നുന്നത് മൂലം അയണും പുല്ല് കഴിക്കുന്നതിലൂടെ കാൽസ്യവും മിനറൽസും ഒക്കെ ഇവർക്ക് ചിലവില്ലാതെ തന്നെ ഇവർക്ക് ലഭിക്കും. അങ്ങനെ നമുക്ക് ജൈവ കോഴിമുട്ട കഴിക്കുവാനും അതുപോലെ വീട്ടാവശ്യം കഴിഞ്ഞ് വിൽക്കാനും, ചേവലുള്ള കൊത്തുമുട്ട ആണെങ്കിൽ അത് അടവെച്ച് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അതൊരു വരുമാന മാർഗമാക്കി മാറ്റാനൊക്കെ നമുക്ക് സാധിക്കും. ഇതിന് ഇൻക്യുബേറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് അടയിരിക്കുന്ന കുറച്ച് പിടക്കോഴികളുണ്ടെങ്കിൽ ഇൻക്യുബേറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ഇൻക്യുബേറ്റർ ഇതുവരെ ഉപയോഗിച്ചിട്ടുമില്ല. എല്ലാം നാടൻ രീതിയിൽ തന്നെയാണ് ഇതുവരെ വളർത്തിയത്. പിന്നെ എത്ര കുറഞ്ഞ സ്ഥലമുള്ളവരും മിനിമം ഒരു 5-10 കോഴികളെങ്കിലും വളർത്തണം എന്നാണ് ഞാൻ വീട്ടമ്മമാരോടൊക്കെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. അതിൽ കൂടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുകയും അതുപോലെ ഇതിൽ ഒരു സൈഡായിട്ടൊരു വരുമാനമാർഗ്ഗമാക്കി എടുക്കാമല്ലോ. അതിൽ ഞാനിവിടെ 7 കോഴികളിൽ നിന്ന് 100-ലധികം കോഴികൾ വരെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ദൂരോട്ടൊന്നും ഓൾ കേരള ഡെലിവറി ഒന്നുമില്ല. ഈ ഒരു പശ്ചാത്തലത്തിലുള്ള വിൽപ്പന മാത്രമൊക്കെ എനിക്കുള്ളൂ. എന്നാലും നന്നായിട്ട് സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസും അതുപോലെ ഷോർട്സൊക്കെ കണ്ടറിയാം. എനിക്ക് മറ്റുള്ള ജോലിനോടൊപ്പം തന്നെയാണ് ടൈം കണ്ടെത്തിയാണ് ഇതൊരു സൈഡായിട്ട് ചെയ്യുന്നത്.
അതുപോലെ ഫാം വേസ്റ്റൊക്കെ ജൈവവളമായിട്ട് പോവുകയും അതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ പച്ചക്കറികളും ചെടികൾക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതും നമുക്ക് നല്ല രീതിയിൽ തന്നെ പിന്നെ വേസ്റ്റൊക്കെ മാനേജ്മെൻറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കോഴി വളർത്തൽ രീതികൾ. ഇപ്പോൾ കുറേ കോഴിക്കുഞ്ഞുങ്ങൾ പുതുതായി വിരിഞ്ഞിട്ടുണ്ട്. ഒരു 5 ബാച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാക്സിനേഷനും അതിൻ്റെ പരിചരണ രീതി ഒരു 2 മാസം വരെയുള്ള പരിചരണ രീതി, അവരുടെ ഫുഡും അതുപോലെ അവരുടെ മരുന്നും അതുപോലെ തന്നെ ഒരു 2 മാസം വരെ ആരോഗ്യത്തോടെ മരണനിരക്ക് കുറിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ള വീഡിയോസൊക്കെ തുടർന്ന് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ ലൈക്ക് ചെയ്യുക. എന്നാലേ ഇത് മറ്റുള്ളവരിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.